ഹായ് ഓൾ. കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിലുള്ള വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമായിരുന്നു മഞ്ചേശ്വരം മണ്ഡലവും SDPIയുടെ സ്ഥാനാർത്ഥിത്വവും സ്ഥാനാർത്ഥിയുടെ പേരും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. ഇത് കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളിലും വളരെ വലിയ ചർച്ചയായ വിഷയമാണ്. പറഞ്ഞു വരുന്നത് അതല്ല, സ്വാഭാവികമായിട്ടും മഞ്ചേശ്വരം പോലെയുള്ള ഒരു ഹോട്ട് സീറ്റിൽ BJPക്ക് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലത്തിൽ സുരേന്ദ്രനെ പോലെയുള്ള ഒരു വ്യക്തി മത്സരിക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണ 700 ചില്ലാനം വോട്ടിനും അതിനു മുമ്പ് 86 വോട്ടിനുമാണ് പരാജയപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലം സ്വാഭാവികമായിട്ടും ചർച്ചയാവേണ്ടതാണ്. പക്ഷേ ഇവിടെ ചർച്ചയായത് SDPIയുടെ മത്സര രംഗത്തേക്കുള്ള കടന്നുവരവാണ്. ആ സ്ഥാനാർത്ഥിയുടെ പേര് മുതൽ ആ മണ്ഡലം മുതൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ അവിടെ ചർച്ചയായി. SDPIയുടെ നിലപാട് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നു. ചർച്ചകളൊക്കെ സ്വാഭാവികമാണ്. ഒരു മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ രീതിയിൽ കണക്കാക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇതിനെ നിരന്തരമായി ചർച്ചയാക്കിയ ഒരു വാർത്താ മാധ്യമം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അധീനതയിലുള്ള മീഡിയ വൺ ചാനലാണ്. മീഡിയ വണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ പ്രോഗ്രാമായ ഔട്ട് ഓഫ് ഫോക്കസിലും ഫൈനൽ ആർഗ്യുമെന്റിലുമൊക്കെ അതിലെ പ്രധാനപ്പെട്ട ആളുകൾ വന്ന് ചർച്ച ചെയ്തത് ഈ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അഥവാ SDPIയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എങ്കിൽ എന്തുകൊണ്ട് ഈ ചർച്ചയുണ്ടായി എന്നതൊക്കെ നമുക്ക് പറഞ്ഞു വരാം. എങ്കിലും ഈ ചർച്ചയുടെ ആകെ തുക എന്നുള്ളത് SDPI അവിടെ ഒരു ഡീല് നടത്തുന്നു എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ ആരോപണം അവിടെ ഒരു ഡീല് നടക്കുന്നു എന്നുള്ളതാണ്. ആ ഡീൽ എങ്ങനെയാണ്? BJPക്ക് ജയസാധ്യത ഉണ്ടാക്കാൻ വേണ്ടി SDPI മത്സര രംഗത്ത് വരുന്നു. ആ ഡീലിൽ പലതും ഒളിഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് മീഡിയ വണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായ ദാവൂദ് തന്നെ ദാവൂദ് എന്ന അതിൻ്റെ ചീഫ് എഡിറ്റർ, അത്തരം സ്ഥാനങ്ങൾ വഹിക്കുന്ന എഡിറ്റോറിയൽ ബോർഡിലുള്ള പ്രധാനപ്പെട്ട വ്യക്തി തന്നെ അത്തരമൊരു പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഏതായാലും ആദ്യം ഇതിൻ്റെ ആരോപണങ്ങൾ വരുന്നുള്ളത് ഡൽഹിയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകൻ, അതായത് ഡൽഹിയിൽ നിന്നുള്ള മാധ്യമ ബ്യൂറോയുടെ പ്രവർത്തിക്കുന്ന ഹസനുൽ ബന്ന എന്ന മാധ്യമ പ്രവർത്തകരിലൂടെയാണ്. ഹസനുൽ പന്ന എന്ന് വേണമെങ്കിൽ പറയാം, മാധ്യമ പ്രമുഖ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഹസനുൽ ബന്ന ആദ്യമായി ഉന്നയിച്ച ആരോപണം തിഹാർ ജയിലിൽ നിന്നും MK ഫൈസി എന്ന SDPI ദേശീയ പ്രസിഡന്റിന് കുറച്ചു ദിവസം മുമ്പാണ് ജാമ്യം ലഭിച്ചത്. ആ ജാമ്യം ലഭിച്ചത് EDയുടെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളും കോടതി വ്യവഹാരങ്ങളിലൂടെയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളിലൂടെയാണ് സ്വാഭാവികമായിട്ടുമുണ്ടായ ഒരു ED കേസിലുണ്ടാവുന്ന നടപടിക്രമങ്ങളിലൂടെ സ്വാഭാവികമായിട്ടും ജാമ്യം ലഭിച്ച കാര്യത്തെ അത് മഞ്ചേശ്വരത്ത് SDPIക്ക് മത്സരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലിംഗ് ആണ് എന്നാണ്, BJPക്ക് വേണ്ടി ഉണ്ടാക്കിയ ഡീലിംഗ് ആണെന്നാണ് ഈ ഹസനുൽ പന്ന എന്ന മാധ്യമ പ്രവർത്തകൻ, മാധ്യമ പത്രത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പത്രത്തിലെ പത്രപ്രവർത്തകൻ എഴുതി വെച്ചത്. എന്താണ് ആ കാര്യം? ഈ തിഹാർ ജയിൽ മുതൽ മഞ്ചേശ്വരം വരെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. അതിൽ പറഞ്ഞു വെക്കുന്ന കാര്യം ഇങ്ങനെയാണ്: MK ഫൈസി എന്ന SDPIയുടെ ദേശീയ പ്രസിഡന്റിന് ജാമ്യം ലഭിച്ചത് ഈ ഒരു ഡീലിങ്ങിൻ്റെ പുറത്താണ് എന്നതാണ്. മറ്റുള്ള ആളുകൾക്ക് ജാമ്യം ലഭിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് മഞ്ചേശ്വരത്തെ SDPIയുടെ സ്ഥാനാർത്ഥിത്വം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിലുള്ള മാധ്യമ പത്രത്തിലെ ഡൽഹി ലേഖകനായ ഹസനുൽ ബന്ന എഴുതി പിടിപ്പിച്ചത്. ഇതിൻ്റെ തുടർച്ചയാണ് ബാക്കിയുണ്ടായിട്ടുള്ള മീഡിയ വണ്ണിൻ്റെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും മത്സര രംഗത്തുള്ള SDPIയുടെ കടന്നുവരവിനെ പറ്റിയിട്ടുള്ള ആക്രോശങ്ങളും ആരോപണങ്ങളും ഒക്കെ. ദാവൂദ് എന്ന മുതിർന്ന മീഡിയ വണ്ണിൻ്റെ മാധ്യമ പ്രവർത്തകൻ ഈ ഒരു ജമാഅത്ത് IDയിൽ വന്ന ഒരു ആരോപണത്തെ ഏറ്റുപിടിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയത് ഒരാൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്ന ഒരു കാര്യമാണ് ഇതെന്നാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അഷ്റഫ് ബഡാജ എന്ന മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥിയെ പറ്റിയിട്ടുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അഷ്റഫ് ബഡാജ എന്നാണ്.
അദ്ദേഹം 2020 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ആ ആ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് ബഡാജ എന്നായിരുന്നു. ഇപ്പോൾ അത് AK അഷ്റഫ് എന്നായി മാറിയിരിക്കുന്നു. ഇത് ദുരൂഹമാണ് എന്നുള്ള രീതിയിലാണ് സി ദാവൂദ് ഈ പ്രശ്നത്തെ അവതരിപ്പിച്ചത്. അതിന് ശേഷം അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. SDPI മത്സര രംഗത്തേക്കുള്ള കടന്നുവരവിനുള്ള കാരണമായിട്ട് അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPIയെ പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗ് നിലവിൽ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന AKM അഷ്റഫ് എന്ന നിലവിലുള്ള അവിടുത്തെ MLA-യും നിലവിലുള്ള UDFന്റെ സ്ഥാനാർത്ഥിയുമായ AKM അഷ്റഫ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ SDPIയെ പരാജയപ്പെടുത്താൻ BJPയുമായും അല്ലെങ്കിൽ RSSുമായും ഒക്കെ ബാന്ധവം പുലർത്തി അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിലുള്ള വിരോധം മൂലമാണ് SDPI അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ചും മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബ്ലോക്ക് ഡിവിഷനിൽ നേരത്തെ ജനപ്രതിനിധിയായിരുന്ന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത SDPIയുടെ പ്രതിനിധിയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. ആ പ്രതിനിധിയുടെ പേര് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ അവിടെ പറയുന്നത് ആ പ്രതിനിധിയൊക്കെ പരാജയപ്പെടാനുള്ള പിന്നിലുള്ള ചരടുവലികൾ നടത്തിയത് AKM അഷ്റഫാണ്, SDPIയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പണിയെടുത്തു എന്നാണ് സി ദാവൂദും അതുപോലെ തന്നെ അതിലെ മറ്റൊരു പാനലിസ്റ്റുമായ ജിമ്മി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നത്. ഏതായാലും അതിൽ വാസ്തവമുണ്ടെന്ന് വെക്കട്ടെ. പക്ഷേ കഴിഞ്ഞ തവണ ആ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിച്ച് ജയിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. ഈ അഷ്റഫ് എന്നുള്ള പേരുള്ള ആളെ മാത്രം സ്ഥാനാർത്ഥിയാക്കിയതാണ് SDPI ചെയ്തിട്ടുള്ളത്. ഇത് ദുരൂഹമാണ് എന്നുള്ള രീതിയിൽ സി ദാവൂദ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇതിലൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അഷ്റഫ് ബഡാജയോ അല്ലെങ്കിൽ AK അഷ്റഫോ എന്തുമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ പേരെന്താണ്? സി ദാവൂദ് ചാലിക്കൽ എന്നാണ് ദാവൂദിന്റെ ഫേസ്ബുക്കിലുള്ള പേര്. ചാലിക്കൽ അദ്ദേഹത്തിന്റെ പ്രദേശമായിരിക്കാം. ഇനി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സി ദാവൂദ് എന്ന് പേര് കൊടുത്താൽ എതിർ സ്ഥാനാർത്ഥിയുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പേര് ദാവൂദ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഈ വേറൊരു പേര് കൊടുക്കാൻ പറ്റുമോ? സാധ്യമല്ല. ഇവിടെ മത്സര രംഗത്ത് 2020 തെരഞ്ഞെടുപ്പിൽ അഷ്റഫ് ബഡാജയെ മത്സരിച്ചിട്ടേയില്ല. അത്തരം ഒരു വ്യാജവും കള്ളവുമാണ് സി ദാവൂദ് ആ അവതരണത്തിൽ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിച്ച പോസ്റ്റിൽ പറഞ്ഞത് അത് മറ്റൊരാൾ സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് ഷെയർ ചെയ്തത് തന്നതാണ് എന്നതാണ്. എന്നാൽ ഈ തിയറി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഒരു ജമാഅത്ത് ഐഡിയിൽ നിന്നാണ്. ആ ഐഡിയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് ബഡാജ എന്നായിരുന്നു. ഇപ്പോൾ ഈ AK അഷ്റഫായി മാറുന്നു എന്നുള്ളതാണ്. അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി AKM അഷ്റഫ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് മാറ്റണമെന്നാണ് ഇവർ പറയുന്നത്. എന്തൊരു അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി മറ്റൊന്നുള്ളത്, ഈ അഷ്റഫ് ബഡാജ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥലപ്പേരാണ്. അത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തെ പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബഡാജ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥലപ്പേരാണ്. സ്വാഭാവികമായിട്ടും ഈ ദാവൂദ് ചാലിക്കൽ എന്ന പോലെ തന്നെ ബഡാജ എന്നുള്ള സ്ഥലപ്പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇനി മത്സര രംഗത്തേക്ക് വരുമ്പോൾ നോമിനേഷൻ കൊടുക്കുമ്പോൾ എന്താണ് ഒരാൾ സ്വാഭാവികമായിട്ടും ചെയ്യുക? അയാളുടെ ID കാർഡിൽ, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ID കാർഡിലോ ആധാർ കാർഡിലോ ഉള്ള പേരാണ് അവിടെ കൊടുക്കാൻ പറ്റുക. അങ്ങനെ കൊടുക്കുമ്പോൾ അതെന്തായിരിക്കും? AK അഷ്റഫ് എന്നായിരിക്കും. അതാണ് അവിടെ സ്വാഭാവികമായിട്ടും സംഭവിക്കുക. എന്നിട്ടും മീഡിയ വണ്ണിന്റെ പ്രതിനിധി തുടർന്നും ഈ അഷ്റഫ് ബഡാജയെ ബന്ധപ്പെടുന്നുണ്ട്. SDPI സ്ഥാനാർത്ഥിയായ അഷ്റഫ് ബഡാജെ മീഡിയ വണ്ണിന്റെ വാർത്താ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നു, അഷ്റഫ് ബഡാജ എന്നുള്ള പേര് എൻ്റെ നോമിനേഷനിൽ കൊടുത്താൽ അത് തള്ളൂലേ എന്ന ചോദ്യമാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുക. നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ വിളിച്ച് ചോദിക്കുന്ന മീഡിയ വണ്ണിന്റെ വാർത്താ അവതാരകന് അതിനെ പറ്റിയിട്ടുള്ള ധാരണയില്ല. സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? SDPI എന്നുള്ള പാർട്ടി നിരന്തരമായി തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. മീഡിയ വണ്ണും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വെൽഫെയർ പാർട്ടി എന്നുള്ള ഒരു പ്രസ്ഥാനമൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇപ്രാവശ്യമൊക്കെ UDFനാണ് പിന്തുണ നൽകുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് UDFനാണ് പിന്തുണ നൽകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന അവരുടെ തന്നെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ ആളുകളോടെങ്കിലും ചോദിച്ച് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ മീഡിയ വണ്ണിന്റെ ആളുകൾ വരുത്തണമായിരുന്നു. ഏതായാലും അത് ആദ്യം വ്യാജമാണെന്ന് പറയുന്നു.
ദാവൂദ് പറഞ്ഞ അദ്ദേഹം മത്സരിച്ചു എന്നുള്ള കാര്യം പച്ചക്കള്ളമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ബഡാജ എന്ന് കൊടുക്കാതെ AK അഷ്റഫ് എന്ന് കൊടുത്തത് അദ്ദേഹത്തിന്റെ ID കാർഡിലുള്ള പേര് തന്നെയാണ്. ഇനി 2010 തെരഞ്ഞെടുപ്പിൽ ഈ ബഡാജ വാർഡിൽ അഷ്റഫ് ബഡാജ മത്സരിച്ചിട്ടുണ്ട്. ആ കാര്യം അഷ്റഫ് ബഡാജ തന്നെ പിന്നീട് സ്ഥിരീകരിക്കുന്നുണ്ട്. 2010 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട് എന്ന്. അതിൻ്റെ അന്നത്തെ പേരൊക്കെ നോക്കുമ്പോൾ ഇതേ AK അഷ്റഫ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് അന്നുണ്ടായിരുന്നത്. അതിൽ ബാലറ്റ് പേപ്പറിൽ അടക്കം ആ പേര് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി AKM അഷ്റഫ് അവിടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് SDPI സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റണമെന്ന് പറയുന്നത് എത്ര വിരോധാഭാസമായ കാര്യമാണെന്ന് അവിടെ വ്യക്തമാണ്. ഇത് ഒരു തിയറിയായി അവതരിപ്പിക്കുകയാണ്, കോൺസ്പിറസി തിയറി ഉണ്ടാക്കുകയാണ്, ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അവിടെ ദാവൂദ് പറയുന്നത് ആ ബ്ലോക്ക് ഡിവിഷനിൽ പരാജയപ്പെട്ട ആളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല, അത് സംശയാസ്പദമാണെന്നാണ് ദാവൂദ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ അഷ്റഫ് ബഡാജ 2010 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. നിലവിൽ അതിനുശേഷം വന്ന വാർത്താ കുറിപ്പുകളിൽ നിരന്തരമായിട്ടും മഞ്ചേശ്വരം മണ്ഡലത്തിലെ പ്രാദേശിക നേതാവ് തന്നെയാണ് ഈ അഷ്റഫ് ബഡാജ. നിലവിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജിവെച്ചു എന്നുള്ള രീതിയിൽ വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം SDPI ജില്ലാ കമ്മിറ്റി അംഗം എന്നാണ്, ജില്ലാ കൗൺസിൽ അംഗം എന്നാണ് അതിൽ വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് അഷ്റഫ് ബഡാജ എന്ന അദ്ദേഹം എന്ന് ഇതിൽ വ്യക്തമാവുന്ന കാര്യമാണ്. അതായത് പറഞ്ഞു വരുന്നത് 2010 തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വാർഡിൽ മത്സരിച്ചയാളാണ് അഷ്റഫ് ബഡാജ. അതിനുശേഷമുണ്ടായ മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിവിധങ്ങളായ ടേമുകളിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ SDPIയുടെ പ്രസിഡന്റും അവിടെ നടക്കുന്ന നിരവധി സാമൂഹികപരമായ വിഷയങ്ങളിൽ, രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അഷ്റഫ് ബഡാജ. ഇനി നിലവിലുള്ള SDPIയുടെ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ള ജില്ലാ നേതാവിനെ തന്നെയാണ്, അഥവാ തങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെയാണ് SDPI അവിടെ പ്ലേസ് ചെയ്തത്. ആ മറുഭാഗത്ത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി AKM അഷ്റഫ് ആയതുകൊണ്ട് SDPIയുടെ സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റി മറ്റൊരു പേരുള്ള ആളുകളെ പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത് എത്ര വിരോധാഭാസമായ കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയും മീഡിയ വണ്ണും ദാവൂദും ഏറ്റുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് SDPIയോടുള്ള വെറുപ്പാണെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് SDPIയുടെ വെറുപ്പ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലുള്ള വെൽഫെയർ പാർട്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി SDPIയുടെ സമാന സമയത്ത് തന്നെ രൂപീകൃതമായതാണ്. പക്ഷേ കേരളത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തുള്ള രാഷ്ട്രീയ ഇടപെടലുകളിൽ വെൽഫെയർ പാർട്ടിയുടെ പേര് എത്രത്തോളം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതേ മഞ്ചേശ്വരം മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും എവിടെയും ചർച്ചയാവുന്നില്ല. എന്തുകൊണ്ടാണത്? വെൽഫെയർ പാർട്ടിക്ക് SDPIയോട് അത്രയും സ്വാധീനമുണ്ടാക്കാൻ കേരളത്തിൽ പോലും സാധ്യമായിട്ടില്ല എന്നുള്ള കാര്യം കൊണ്ടാണത്. മറ്റൊന്ന്, നിരന്തരമായി UDF അനുകൂല വാർത്തകളും UDFന് വേണ്ട ഒരു PR ഏജന്റ് പോലെയാണ് മീഡിയ വൺ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വ്യക്തമായ പിണറായി വിജയൻ വിരോധവും LDFന്റെ സർക്കാരിനോടുള്ള വിരോധവും CPMനോടുള്ള വിരോധവും ഒക്കെ അത്തരം ഒരു നിലപാടെടുക്കാൻ മീഡിയ വണ്ണിന് കാരണമായിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ നിർദ്ദേശവും ഉണ്ടായിരിക്കാം. ഏതായാലും അതുകൊണ്ട് തന്നെ SDPIയും അതേ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഈ മീഡിയ വണ്ണും അതുപോലെ തന്നെ ദാവൂദും ഒക്കെ പറഞ്ഞു വെക്കുന്നതിന്റെ പൊരുൾ എന്നുള്ളത്. അത്തരം ഒരു നിലപാട് മീഡിയ വണ്ണിനും വെൽഫെയർ പാർട്ടിക്കും ജമാഅത്ത് ഇസ്ലാമിക്കുമുള്ള UDF അനുകൂല നിലപാട് അതേപോലെ SDPI പിന്തുടരുന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള ശക്തമായിട്ടുള്ള അവരുടെ ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവർ നടത്തിയിട്ടുള്ളത്. മീഡിയ വണ്ണിന്റെ നിരന്തരമായിട്ടുള്ള ഔട്ട് ഓഫ് ഫോക്കസ് അടക്കമുള്ള ഫൈനൽ ആർഗ്യുമെന്റ് അടക്കമുള്ള പരിപാടികളുടെ ക്യാപ്ഷൻ ശ്രദ്ധിച്ചാൽ ആ കാര്യം വ്യക്തമാവും. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നേരത്തെ ഇതിന്റെ തുടക്കത്തിൽ മാധ്യമത്തിന്റെ ഡൽഹി ലേഖകനായ ഹസനുൽ ബന്ന നേരത്തെ സംഘ് പരിവാറിന്റെ സഹസംഘടനകളുമായി ചേർന്നു നിന്നുകൊണ്ട് അവിടുത്തെ പ്രസ് ക്ലബിലേക്കടക്കം മത്സരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ഒരു ആരോപണം ശൂന്യതയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും SDPI
മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അതിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ പത്രസമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് തങ്ങൾ പിന്മാറാനുള്ള കാരണവും പിന്മാറ്റവും ഒക്കെ വ്യക്തമായി കഴിഞ്ഞു. ഇനി ആദ്യം പറഞ്ഞ ഈ ഡീലിന്റെ കാര്യവും ജാമ്യത്തിന്റെ കാര്യവും എന്തായി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇനി ബാക്കിയുള്ള നേതാക്കൾ ജയിലിൽ തുടരുമോ, അല്ലെങ്കിൽ അവർക്കൊക്കെ ജാമ്യം ലഭിക്കുമോ? ഓരോ തെരഞ്ഞെടുപ്പിലും SDPIയുടെ നയനിലപാടുകളുമായി ബന്ധപ്പെട്ട കാര്യമാണോ ഇന്ത്യയുടെ കോടതി വ്യവഹാരങ്ങളിൽ നടക്കുന്നതെന്ന് മീഡിയ വണ്ണും സീതാവൂതും അല്ലെങ്കിൽ ഈ ജമാഅത്തുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞാൽ നന്നായിരിക്കും. ഏതായാലും SDPI അവിടെ മത്സര രംഗത്ത് നിന്നും പിന്മാറുന്നു. അവിടെ അതിനുള്ള കാരണങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് മീഡിയ വണ്ണിനും ജമാഅത്തെ ഇസ്ലാമിക്കും SDPIയോടുള്ള വിരോധം അത് കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായി തന്നെ ഒരു UDF അനുകൂല മാധ്യമമാണ് മീഡിയ വൺ എന്നും നിലവിലുള്ള അവരുടെ അജണ്ടകൾ നിശ്ചയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചാണെന്നും വ്യക്തമാവുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. ഇനി പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJPക്ക് ജയസാധ്യതയുള്ളത് കൊണ്ട് അവിടെയുള്ള പാർട്ടികളെ മത്സരിക്കുന്ന SDPI പോലെയുള്ള പാർട്ടികളെയും മറ്റുള്ള കാര്യങ്ങളെയും പറ്റി നിരന്തരമായ അവലോകനം നടത്തി AKM അഷ്റഫ് എന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ള നയനിലപാടുകൾ മീഡിയ വണ്ണും ഔട്ട് ഓഫ് ഫോക്കസും ഒക്കെ എടുക്കുമ്പോൾ കേരളത്തിൽ BJPക്ക് ജയസാധ്യതയുള്ള BJP 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്തും ഒക്കെ എത്തിയിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പ്രകാരം, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പ്രകാരം. നേമമടക്കം അതിൽ ഉൾപ്പെടുന്നതാണ്. നേമത്ത് നേരത്തെ LDF വിജയിച്ച BJP വിജയിച്ച മണ്ഡലമാണ്. തുടർന്ന് വീണ്ടും LDF അത് തിരിച്ചു പിടിക്കുകയായിരുന്നു. അങ്ങനെ LDF 1ാം സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന LDFും BJPയും തമ്മിൽ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ മുഴുവനും ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ മത്സര രംഗത്തേക്കുള്ള കടന്നുവരവും അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുന്ന ജനവിഭാഗവും മാറി ചിന്തിച്ചുകൊണ്ട് BJPയെ തോൽപ്പിക്കാൻ ഒരു സമ്പൂർണമായിട്ടുള്ള ഇത്തരം വാർത്താ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ആഹ്വാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും മീഡിയ വണ്ണിൽ നിന്നും സീതാവൂദ് എന്ന അവരുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ നിന്നും മറ്റും ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ്. മഞ്ചേശ്വരം എപ്പിസോഡ് ഏതായാലും അവസാനിച്ചു. മഞ്ചേശ്വരം എപ്പിസോഡിൽ മീഡിയ വണ്ണിന്റെ നിലപാടായി മനസ്സിലാക്കാൻ പറ്റുന്നത് UDF സ്ഥാനാർത്ഥിയായ AKM അഷ്റഫിന്, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ AKM അഷ്റഫിന് അവിടെയുള്ള മതേതര വിശ്വാസികൾ മുഴുവനും വോട്ട് ചെയ്യണമെന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ചും മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങൾ. ഇനി നേമവും തിരുവനന്തപുരവും പാലക്കാടും തൃശ്ശൂരും അടക്കമുള്ള മറ്റു മണ്ഡലങ്ങളിൽ LDFും BJPയും മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇതേ നിലപാടും ചർച്ചയും നടത്താൻ അവർ തയ്യാറുണ്ടോ? ഇത്രയും ആഹ്വാനങ്ങൾ നടത്താൻ മീഡിയ വൺ തയ്യാറാവുമോ എന്നാണ്. ഇതിലെ മാധ്യമ പ്രവർത്തകർ തയ്യാറാവുമോ എന്നാണ്. അജിംസും നിഷാദ് റാവുത്തറും സീതാവൂതും ജിമ്മിയും അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഈ BJP നേരിട്ട് 1ാം സ്ഥാനത്തേക്ക് വിജയസാധ്യത പ്രതീക്ഷിച്ച് LDFനോട് മത്സരം നടത്തുന്ന മണ്ഡലങ്ങളിൽ അവിടെയുള്ള LDF സ്ഥാനാർത്ഥിക്ക്, V ശിവൻകുട്ടി എന്ന നേമത്തെ സ്ഥാനാർത്ഥിക്ക്, അല്ലെങ്കിൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിലെ LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇത്തരം പ്രചരണങ്ങൾ നടത്താനും ആഹ്വാനങ്ങൾ നടത്താനും തയ്യാറാവുമോ എന്നാണ് വളരെ പ്രസക്തമായ ചോദ്യം എന്നുള്ളത്.